പാലക്കാട് നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അഖിൽ പാലോട്ടുപടം പങ്കുവച്ചിരിക്കുന്നത് പാലക്കാട് രാഹുൽ ലീഡ് ചെയ്തപ്പോൾ SDPIയുടെ ആഹ്ലാദ പ്രകടനം. SDPI പതാകയുമായി പ്രവർത്തകർ റോഡ് ഷോ നടത്തിയെന്നാണ് അഖിൽ പാലോട്ടുമടം പറയുന്നത്. അഖിൽ ഉണ്ടെങ്കിൽ അഖിലേക്ക് അല്ലെങ്കിൽ അരുണിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളുമായി പോകേണ്ടിയിരിക്കുന്നു. അരുൺ, കേൾക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ അഖിൽ പാലോട്ടുമടം പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പോലെ രാഹുലിൻ്റെ ലീഡ് 10,000 കടന്നപ്പോൾ അവിടെ വിജയാഘോഷം തുടങ്ങിയത് കോൺഗ്രസ് അല്ല, SDPI ആണ്. അരുണിലേക്കും ഒപ്പം അഖിൽ പാലോട്ടുമടത്തിലേക്കും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടിയിരിക്കുന്നു. കൃഷ്ണാജി, ഈ വാർത്ത അത്ഭുതപ്പെടുത്താനൊന്നുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ എന്ത് കെമിസ്ട്രിയാണ് പാലക്കാട് വർക്കൗട്ട് ചെയ്തത് UDF എന്നതിൻ്റെ കൃത്യമായ ഒരു മെസ്സേജാണ് ഈ പ്രകടനമൊക്കെ നൽകുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വന്ന പ്രധാനപ്പെട്ട വാർത്ത SDPIയുടെ വാർത്താ സമ്മേളനമായിരുന്നു. എന്തുകൊണ്ടാണ് SDPI അന്ന് ഉച്ചയ്ക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചത് എന്നത് ഏറെ കൗതുകത്തോടെ നോക്കിക്കണ്ടപ്പോൾ അവർ പറഞ്ഞു വെച്ചത് പാലക്കാട് ഞങ്ങൾ വോട്ട് ചെയ്തത് പല തന്ത്രങ്ങളാണല്ലോ. പല തന്ത്രങ്ങളാണ്. കാരണം BJP ജയിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടങ്ങളിലൊക്കെയും BJP തന്നെ ജയിക്കും, അത് അപകടമാണെന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുക, മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് SDPI അന്ന് വൈകുന്നേരം 2 മണിക്കൂർ തെരഞ്ഞെടുപ്പ് അവസാനിക്കാൻ ഇരിക്കെ വന്നൊരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഞങ്ങൾ വോട്ടിട്ടത് കോൺഗ്രസിനാണ്, UDFനാണെന്ന് പറയുന്നു. അതിനുശേഷം അവിടെ ഒരു ധ്രുവീകരണത്തിനുള്ള ശ്രമം നടത്തുന്നു. അത് വിജയിക്കുന്നു. മാത്രമല്ല സരിന്റെ സ്ഥാനാർത്ഥിത്വം വല്ലാണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് പാളിപ്പോയതാണോ പാളിച്ചതാണോ എന്നതൊക്കെ എന്തായാലും നോക്കി കാണണം. SDPIയുടെ ചില പോസ്റ്റുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. SDPI നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് വർഗീയ ശക്തികൾക്കെതിരെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച പാലക്കാട് വോട്ടർമാർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഷഹീർ ചാലപ്പുറം ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റിന്റെ അഭിനന്ദനം വന്നിരിക്കുന്നു. അതായത് രാഹുൽ വോട്ട് ചെയ്തതിനുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് SDPIയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ. അതിൽ വലിയൊരു അപകടം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് കാരണക്കാർ ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അപകടം. തീർച്ചയായും അരുൺ, ഷഹീർ ചാലപ്പുറം ജില്ലാ പ്രസിഡന്റ് SDPIയുടെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് കേട്ട് രാഹുലിന് വോട്ട് ചെയ്തവർക്ക് നന്ദി എന്നത്. അപ്പോൾ ചിത്രം ഏറെക്കുറെ വ്യക്തമാണ്. അല്പസമയം മുൻപ് പാലക്കാട് നിന്ന് തന്നെ നമ്മുടെ അഖിൽ പാലോട്ടുമടം റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. അവിടെ SDPI ആഘോഷം തുടങ്ങി, അവർ ആഘോഷിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഇപ്പോഴത്തെ പാലക്കാട് ട്രെൻഡിൽ 10,291 വോട്ടിന് എങ്ങനെ രാഹുൽ ലീഡ് ചെയ്തു എന്നതിൻ്റെ ഉത്തരം അതല്ലേ? മാത്രമല്ല ഇനിയിപ്പോൾ SDPI വിജയാഹ്ലാദ പ്രകടനത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കും രാഹുലിന്റെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ഏതായാലും നേരത്തെ തന്നെ ഈ ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കോൺഗ്രസ് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഖുറാനിലൊക്കെ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല BJP-യും അതുപോലെ തന്നെ NDA-യും നിരന്തരം പറഞ്ഞിരുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഈ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം എന്ന് കോൺഗ്രസ് പാലക്കാട് പറഞ്ഞെങ്കിലും SDPI-യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൃത്യമായി അവരുടെ ഉൾപ്പെടെ വോട്ട് നേടിക്കൊണ്ട് അതൊരു N ബ്ലോക്ക് ആയിക്കൊണ്ട്, അതായത് 40,000-ലേറെ മുസ്ലിം വോട്ടുകളാണ് പാലക്കാട് ഉള്ളത്. ആ 40,000-ലേറെ മുസ്ലിം വോട്ടും ഒരു N ബ്ലോക്ക് ആയിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് SDPI-യുടെ ഇത്തരം പോസ്റ്റുകളും അതുപോലെ തന്നെ വിജയാഹ്ലാദത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഹ്ലാദത്തിൽ ഉൾപ്പെടെ തങ്ങൾ പങ്കെടുക്കുമെന്ന് SDPI പറയുമ്പോൾ അത് കൃത്യമായി തന്നെ വ്യക്തമാവുകയാണ്.